എന്തൊരു പ്രകടനമാണ് ജോസ് ബട്ട്ലർ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി ഈ ഒരു സീസണിൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ മികച്ച പ്രകടനമാണ് ജോസ് ബട്ട്ലർ ഗുജറാത്തിന് വേണ്ടി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്ന മത്സരത്തിലാവട്ടെ അദ്ദേഹം 1 ഡൗണിൽ ഇറങ്ങി 47 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകാതെ നിന്നു. വളരെ മികച്ച പ്രകടനം. രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇത് മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. ഏതായാലും വളരെ മോശമായി പോയി. ജോസ് ബട്ട്ലറിനെ പോലത്തെ അത്രയും ഒരു വെസറ്റിൽ പ്ലെയർ ആണ്. ജോസ് ബട്ട്ലറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. രാജസ്ഥാനിൽ കളിച്ച സമയത്ത് അദ്ദേഹം ഓപ്പണിംഗ് ആയിരുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം മുംബൈ ഇന്ത്യൻസ് കളിച്ച സമയത്ത് അദ്ദേഹം പല സമയത്തും ഫിനിഷർ ആയിട്ടും പല പൊസിഷനിലും കളിപ്പിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. കീപ്പറാണ്, ഫീൽഡറാണ്, മികച്ചൊരു ഫീൽഡറാണ്. അങ്ങനത്തെ ഒരു താരത്തെയാണ് രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റ് ഒഴിവാക്കിയത്. ഇനി ജോസ് ബട്ട്ലർ തിരികെ കിട്ടുമോ? നോക്കിയിരുന്നാൽ മതി. കിട്ടൂല. ഗുജറാത്ത് ടൈറ്റൻസ് ആശിഷ് നെഹ്റ ജോസ് ബട്ട്ലറെ ഇനി ഒരിക്കലും ടീം വിട്ട് പോകാൻ സമ്മതിക്കൂല. കാരണം ജോസ് ബട്ട്ലറിന് കിട്ടൂല. അദ്ദേഹം മാനേജ്മെന്റ് പറഞ്ഞ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ എബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ അദ്ദേഹത്തിന്റെ എബിലിറ്റി ഒന്നും എവിടെയും പോയിട്ടില്ല. അദ്ദേഹം എന്ത് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സഞ്ജു സാംസൺ പരിക്കേറ്റ് പുറത്തായി. പുറത്തായിട്ടുണ്ടെങ്കിൽ സഞ്ജു സാംസന്റെ പകരം ഇപ്പൊ ജോസ് ബട്ട്ലറുണ്ട്. ജോസ് ബട്ട്ലറിനെ ക്യാപ്റ്റൻ ആക്കാമായിരുന്നു. ഈ മണ്ടൻ പരാഗിനെ ക്യാപ്റ്റൻ ആക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ടീം മാനേജ്മെന്റിന്. ബട്ട്ലർ ഉണ്ടെങ്കിൽ അതും എത്ര മത്സരങ്ങൾ കഴിഞ്ഞ സീസണിൽ തന്നെ എത്ര മത്സരങ്ങൾ ഒറ്റയ്ക്ക് കളി ചെയ്യിപ്പിച്ചിട്ടുള്ള താരമാണ് ജോസ് ബട്ട്ലർ. ആ ഒരു താരത്തെയാണ് കറിവേപ്പിലമായിട്ട് മാനേജ്മെന്റ് ഒഴിവാക്കിയത്. അനുഭവിക്കുന്നുണ്ട് ടീം മാനേജ്മെന്റ് വലിയ രീതിയിൽ അനുഭവിക്കും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി പോയി. ജോസ് ബട്ട്ലറിനെ പോലെ ഇത് പല 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 പ്രമുഖ കമന്റേറ്റർമാരും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങളും രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റിന് വരെ എതിരെ ഉയർത്തുന്നുണ്ട്. ഈ ഒരു സീസൺ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി എന്തൊരു പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തിരിക്കുന്നത്. പല മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ മാച്ച് വിന്നിങ് ഇന്നിങ്സ് ഈ സീസണിൽ കാണാൻ സാധിച്ചു ഗുജറാത്തിന് വേണ്ടി. വാട്ട് എ പ്ലെയർ. ആ ഒരു നല്ലൊരു പ്ലെയറെയാണ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഒരു IPL ഒരു സീസണെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ധ്രുവ് ജുറലിനെ 14 കോടി പോട്ടെ 14 കോടി 15 കോടി ഒരു പോട്ടെ 15 കോടി കൊടുത്തിട്ടും അദ്ദേഹത്തെ നിലനിർത്തി കഴിഞ്ഞാലും ടീമിനൊരു നഷ്ടം. ഇനി അദ്ദേഹം ബാറ്റിംഗിൽ ഫ്ലോപ്പ് ആണെങ്കിൽ പോലും അദ്ദേഹം ക്യാപ്റ്റൻസി അടിപൊളിയാണ്. നല്ല ക്യാപ്റ്റൻസി കേൾക്കാൻ ചെയ്യും. സഞ്ജു ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ഏൽപ്പിക്കാമായിരുന്നു. ഏതായാലും ടീം മാനേജ്മെന്റ് എടുത്ത ഏറ്റവും മോശം തീരുമാനമാണ്